അത് കഴിഞ്ഞിട്ട് മാതാവ് തിരിഞ്ഞ് നടന്നിട്ട് നേരെ പോയി ഒരു ബെഞ്ച് പോലെയുള്ള ഒരു ഇതിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ എൻ്റെ ആ ഒരു ഇത് അവസാനിച്ചു. അപ്പം ഞാൻ അധികം ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും പിന്നെ എൻ്റെ അമ്മേനെയും വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കണ്ടമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചാൾ ഈ അടുത്ത് ഞാൻ വല്ലാർപാടം പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് അവിടുത്തെ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവിടെ ഉറങ്ങുന്ന ഒരു മാതാവ് അതിൻ്റെ രൂപം വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ അതൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെ തൊട്ട് വണങ്ങി വീട്ടിൽ വന്നു. എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം അപ്പോയിൻമെൻറ്റ് വന്ന് കൈ കിട്ടി. ഞാനിങ്ങനെ റൂമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ദൈവമേ, ഞാനന്ന് സ്വപ്നം കണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലത്താണല്ലോ, മാതാവ് കിടക്കണതാണല്ലോ കണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്ദർഭവും ഞാൻ കണ്ട സ്വപ്നവുമായിട്ട് എനിക്കൊരു റിലേഷൻ തോന്നി. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോമിലും പിന്നെ 2-3 ഓർഫണേജിലൊക്കെ പോയി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തായിരുന്നു. പ്രാർത്ഥിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ മിക്കപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രദ്ധക്കുറവുണ്ടായിരുന്നെന്ന്, അത് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റായിട്ട് ചെല്ലുന്ന ജപത്തിന് അനുസൃതമായിട്ട് ശ്രദ്ധയോടുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്.